വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മടങ്ങിയെത്തുന്നു ഇന്ത്യൻ ഏകദിന ടീമിലേക്ക്. പക്ഷേ ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ തലപ്പത്തേക്ക് ശുഭ്മാൻ ഗിൽ വരുന്നു. എങ്ങനെ നോക്കി കാണുന്നു? തീർച്ചയായിട്ടും ആരിസ്, അതായത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും ഒരു തലമുറ മാറ്റമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ 2027 ഏകദിന ലോകകപ്പിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കും എന്നുള്ളതായിരുന്നു ഈ ദിവസത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള നമ്മുടെ പ്രതീക്ഷകൾ. പക്ഷേ എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് എന്നുള്ളത് നോക്കുമ്പോൾ രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഒരു പക്ഷേ ഏകദിന ടീമിൽ പിന്നെയും തുടർന്നേക്കും. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മാറിയതോടുകൂടി അദ്ദേഹത്തിനൊരു അതായത് ക്യാപ്റ്റൻസി മാറിയതോടുകൂടി അദ്ദേഹം ടീമിൽ നിന്നും പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. 2027 ലോകകപ്പിന് മുമ്പ് തന്നെ രോഹിത് ശർമ്മ സ്വയം മാറിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ സമയത്തേക്ക് അദ്ദേഹം വിരമിക്കും എന്നുള്ള സൂചനകളാണ് കൃത്യമായിട്ടും ഈ ഒരു സെലക്ഷനെ കുറിച്ച് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇതിഹാസ നായകരുടെ കൂട്ടത്തിലൊക്കെ എണ്ണാൻ കഴിയുന്ന ഒരു ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാൽ. നമുക്ക് അദ്ദേഹം T20 കിരീടം നേടുന്നുണ്ട്, വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. 2023 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് ഇന്ത്യയെ നയിച്ച നായകൻ, 2025 ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് നേടുന്ന മനുഷ്യൻ, ഏഷ്യ കപ്പ് നേടുന്ന മനുഷ്യൻ, അങ്ങനെ തുടങ്ങി ഒരു 56 മത്സരങ്ങളിൽ ഇന്ത്യയെ ഏകദിനത്തിൽ നയിച്ച് 42 വിജയങ്ങൾ, 12 തോൽവികൾ, ഒരു സമനില. അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളൊക്കെ വളരെ മികച്ചതാണ്. ഒരു ഘട്ടത്തിൽ 2023 ലോകകപ്പ് കൂടി നേടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അന്ന് നമ്മൾ തന്നെ നേടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഗതി നമ്മൾ ഫൈനലിൽ കലമുടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാണ്. അപ്പോൾ ശരിക്കും ഒരു തലമുറ മാറ്റത്തിൻ്റെ സമയത്താണ് നമ്മളുള്ളത്. എനിക്ക് തോന്നുന്നു ശുഭ്മാൻ ഗിൽ ഇത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്.